ഇവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനൊരു സിറപ്പിനെ പരിചയപ്പെടുത്താം. ഇതാണ് റൂഹ് അഫ്സ എന്ന് പറയുന്ന സിറപ്പ്. ഇതുണ്ടാക്കുന്നത് പൂക്കൾ, ഔഷധ സസ്യങ്ങൾ, വേരുകൾ എന്നിവ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിറപ്പാണ് ഈ റൂഹ് അഫ്സ. കടും പിങ്ക് നിറത്തിലുള്ള, അതായത് ഡാർക്ക്, വേണമെങ്കിൽ നമുക്ക് റെഡ് എന്ന് പറയാം, മധുരമുള്ള ഒരു സിറപ്പാണ്. നല്ല ഡാർക്കായിട്ടുള്ള ചുവന്ന നിറമുള്ള മധുരമുള്ള സിറപ്പാണ് ഈ റൂഹ് അഫ്സ. ഈ റൂഹ് അഫ്സ എന്നതിൻ്റെ അർത്ഥം ആത്മാവിനെ തണുപ്പിക്കുന്നത് എന്നാണ്. സോൾ റിഫ്രഷർ എന്നും ഇതിനെ പറയാറുണ്ട്. നമുക്കിതിനെ തണുത്ത വെള്ളത്തിൽ കലക്കി കുടിക്കാം, പാലിൽ ചേർത്ത് കുടിക്കാം, അതുപോലെ തന്നെ ഫലൂഡയിലൊക്കെ ചേർത്ത് കഴിക്കാവുന്ന ഒരു സാധനമാണിത്, റൂഹ് അഫ്സ. ഈ റൂഹ് അഫ്സ നിർമ്മിച്ചത് 1906 ഡൽഹിയിലെ ഹംദർദ് ലബോറട്ടറി സ്ഥാപകനായ ഹക്കീം ഹാഫിസ് അബ്ദുൾ മജീദാണ്. ഇപ്പോൾ 1906 ഡൽഹിയിലെ ഹംദർദ് ലബോറട്ടറി സ്ഥാപകനായ ഹക്കീം ഹാഫിസ് അബ്ദുൾ മജീദാണ് ഈ റൂഹ് അഫ്സ എന്ന സമ്പ്രദായം, അതായത് ഈ സിറപ്പ് നിർമ്മിച്ചത്. ഡൽഹിയിലെ ചൂട്, ആ ക്ലൈമറ്റിൽ നിന്ന് ആശ്വാസം നൽകാനാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്ന ഒരു സിറപ്പാണ്. നോമ്പുകാലത്ത് ഇഫ്താർ വിരുന്നുകളിൽ ഇതൊരു പ്രധാന പാനീയമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമെല്ലാം ഇത് നിർമ്മിക്കുകയും ഇതുണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ മധുരം വളരെ കൂടുതലാണ്, വലിയ അളവിൽ മധുരം അടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അവർ കൃത്രിമ ചുവപ്പ് നിറത്തിന് വേണ്ടിയിട്ടും പ്രിസർവേറ്റീവുകളൊക്കെ ചേർക്കാറുണ്ട്. എന്തായാലും നല്ലൊരു സിറപ്പാണ്. ഞാനിത് മേടിച്ചത് അമ്പലമുക്ക് കശുവണ്ടി ഷോപ്പിൽ നിന്നാണ്. അതായത് സീഡ്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് ഇത് മേടിച്ചത്. നല്ല മധുരമാണ്. എന്തായാലും എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. വിലയും കൂടുതലാണ്, 490 ആണ് ഇതിൻ്റെ പ്രൈസ്. ഓക്കെ, നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇത് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. റൂഹ് അഫ്സ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.